ഹലോ ഓൾ. അപ്പോൾ നമ്മൾ വർക്ക് സൂപ്രണ്ടിൻ്റെ സിലബസ് അനുസരിച്ച് ക്ലാസ്സസ് ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അതിൽ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ ബ്രിക്ക് ആയിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ മാനുഫാക്ചർ ഓഫ് ബ്രിക്സ് ആണ് കണ്ടുകൊണ്ടിരുന്നത്. മാനുഫാക്ചറിങ്ങിന് നമ്മൾ പറഞ്ഞു 4 സ്റ്റെപ്പാണ്, മെയിനായിട്ട് 4 സ്റ്റെപ്പാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് ക്ലേ ആയിരുന്നു, മൗൾഡിങ്, ഡ്രൈയിങ്, ബേണിങ്. ഇങ്ങനെ 4 സ്റ്റെപ്പായിരുന്നു മാനുഫാക്ചറിങ് ഓഫ് ബ്രിക്സിൽ ഉണ്ടായിരുന്നത്. അതിൽ ഫസ്റ്റത്തെ 3 സ്റ്റെപ്സ് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണുന്നത് എന്താണ് ബേണിങ്ങിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇതിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ബേണിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഓപ്പറേഷൻ. ഇത് ബേണിംഗ് എന്ന് പറയുന്നത് എന്താണ്, ബ്രിക്കിൻ്റെ മാനുഫാക്ചറിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആണ്. കാരണം എന്താണ്, ഈ ബേണിംഗ് വഴിയാണ് ആ ബ്രിക്കിന് ഹാർഡ്നെസ്സും അതുപോലെ തന്നെ സ്ട്രെങ്തും ഇമ്പാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ബേണിംഗ് ആണ് ബ്രിക്കിന് ഹാർഡ്നെസ്സും സ്ട്രെങ്തും ഇമ്പാർട്ട് ചെയ്യുന്നത്. ആൻഡ് മേക്ക് ദം ഡെൻസ് ആൻഡ് ഡ്യൂറബിൾ. അതുവഴി എന്ത് ചെയ്യുക, അതിനെ ഡെൻസും ഡ്യൂറബിളും ആക്കും. ഓക്കെ, ബേണിങ്. ഇനി ഈ ബ്രിക്കിനെ ഞാൻ ഓവർ ബേൺ ചെയ്യുവാണ്, അതായത് ആവശ്യത്തിലധികം ഞാൻ ബേൺ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ പ്രശ്നം എന്താണ്, ആ ബ്രിക്ക് എന്ന് പറഞ്ഞാൽ ബ്രിട്ടിലാവും. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അതിനെ അണ്ടർ ബേൺഡ് ആണ്, അതായത് ബ്രിക്ക് ഞാൻ ആവശ്യത്തിന് ബേൺ ചെയ്യിക്കുന്നില്ല എന്നാണെങ്കിലോ ആ ബ്രിക്ക് എന്ന് പറയുന്നത് സോഫ്റ്റ് ആവും. അതുപോലെ തന്നെ അതിന് ലോഡ്സ് ക്യാരി ചെയ്യാനും പറ്റത്തില്ല. ഓക്കെ, അപ്പൊ ബേണിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആണ്. ഈ ബേണിംഗ് ആണ് ബ്രിക്കിനെ എന്താക്കുന്നത്, അതിന് ഹാർഡ്നെസ്സും സ്ട്രെങ്തും ഇമ്പാർട്ട് ചെയ്യുന്നത് ബേണിംഗ് വഴിയാണ്. അങ്ങനെ അത് എന്താവും, ഡെൻസും ഡ്യൂറബിൾ ആവും. പിന്നെ ഓവർ ബേൺഡ് ബ്രിക്ക് ആണെങ്കിൽ അത് കൂടുതൽ ബ്രിട്ടിലാവും. കാരണം എന്താണ്, ബ്രിട്ടിലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ബ്രിക്ക് പെട്ടെന്ന് പൊട്ടിപ്പോവും. എന്നാൽ അണ്ടർ ബേൺഡ് ആണെങ്കിലോ ആ ബ്രിക്ക് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിന് ലോഡ്സ് ഒന്നും ക്യാരി ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി ഈ ബേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നുകിൽ ക്ലാമ്പിൽ ബേൺ ചെയ്യും, അല്ലെങ്കിൽ ക്ലിന്നിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബേൺ ചെയ്യുന്നത്. ബേണിംഗ് ഈസ് ഡൺ എയ്തർ ഇൻ ക്ലാംസ് ഓർ ക്ലിൻസ്. ഇനി ക്ലാമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്ലാമ്പ് എന്ന് പറഞ്ഞാൽ ടെമ്പററി സ്ട്രക്ചേഴ്സ് ആണ്. എന്താണ്, സ്മോൾ സ്കെയിലിൽ ബ്രിക്ക് മാനുഫാക്ചർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടെമ്പററി സ്ട്രക്ചേഴ്സ് ആണെന്ന് പറഞ്ഞാൽ ക്ലാമ്പ് എന്ന് പറയുന്നത്. എന്നാൽ അപ്പോൾ ക്ലിൻ എന്തായിരിക്കും, പെർമനന്റ് സ്ട്രക്ചേഴ്സ് ആണ്. ആൻഡ് പെർമനന്റ് സ്ട്രക്ചേഴ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ലാർജ് സ്കെയിലിൽ ബ്രിക്ക് മാനുഫാക്ചർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഏതാണ്, ഈ ക്ലിൻസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇതെന്ന് പറയുന്ന ഒരു ക്ലാമ്പിന്റെ ഫിഗർ ആണ്. ഓക്കെ, അപ്പൊ ഈ ക്ലാമ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഷേപ്പ് ഇൻ പ്ലാൻ ഇസ് ജനറലി ട്രപ്പിസോഡൽ. അപ്പൊ ഇതിന്റെ ഈ ഒരു ക്ലാമ്പിന്റെ എന്താണ് ഷേപ്പ് എന്ന് പറയുന്നത് എന്ത് ഷേപ്പാണ്, ഇറ്റ് ഈസ് ട്രപ്പിസോഡൽ ഷേപ്പ് ആണ്. ഓക്കെ, ഇനി ഇതിന്റെ ഷോർട്ട് എൻഡ്, അതായത് ഈ എൻഡ് എന്ന് പറയുന്നത് ഷോർട്ട് എൻഡ് ആണ്. ആൻഡ് ഇതെന്ന് പറയുന്നത് വൈഡർ എൻഡ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഷോർട്ട് എൻഡ് എന്ന് പറയുന്നത് ഒരു എക്സ്കവേഷനിലേക്ക് സ്ലൈറ്റ്ലി എക്സ്കവേഷനിൽ ആണ് ഇരിക്കുന്നത് ഷോർട്ട് എൻഡ് എന്ന് പറയുന്നത്. ഈ വൈഡർ എൻഡ് എന്ന് പറയുന്നത് എന്താണ്, കുറച്ച് ഗ്രൗണ്ട് ലെവലിൽ നിന്നും കുറച്ച് റേസ് ചെയ്തിട്ടുണ്ട് അല്ലെ. അത് എത്രമാത്രമാണ് റേസ് ചെയ്തിരിക്കുന്നത്, about 150 ഫ്രം ഗ്രൗണ്ട് ലെവൽ. ഓക്കെ, അപ്പോൾ വൈഡർ എൻഡ് എന്ന് പറയുന്നത് ഈസ് റേസ്ഡ് അറ്റ് ആൻ ആംഗിൾ, 15 ഡിഗ്രി. ഓക്കെ, വൈഡർ എൻഡ് ഈസ് റേസ്ഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് about 15 ഡിഗ്രി. ഓക്കെ, അത് അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, 15 ഡിഗ്രി. ഓക്കെ, സോ വൈഡർ എൻഡ് എന്ന് പറയുന്നത് നമ്മൾ 15 ഡിഗ്രി ഒരു ഇൻക്ലിനേഷനിലാണ് ഇരിക്കുന്നത്. ഈ ഒരു ആംഗിൾ ആണ് 15 ഡിഗ്രി. ഇനി ഇവിടെ ആയിട്ട് ആൾട്ടർനേറ്റീവ് ലെയറിൽ എന്തുണ്ട്, ഫ്യൂവലും ബ്രിക്കും എന്ത് ചെയ്തിട്ടുണ്ട്, വെച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ ഫ്യൂവൽ ലെയറിന്റെ ഡെപ്ത് എന്ന് പറഞ്ഞാൽ 70 to 80 സെന്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ ഈ ബ്രിക്ക് എന്ന് പറയുന്നത് ഓരോ കോഴ്സും 4 അല്ലെങ്കിൽ 5 കോഴ്സ് ബ്രിക്ക് ആണ് ഓരോ ലെയറിലും വരുന്നത്. 4 or 5 കോഴ്സ് ബ്രിക്സ് ആണ് നമ്മൾ ഓരോ ലെയറിലും പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? ഫ്യൂവലും ബ്രിക്കും നമ്മൾ ഓൾട്ടർനേറ്റ് ലെയറിലാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. സോ ഈ ഒരു ഫ്യൂവലിന്റെ ലെയർ എന്ന് പറഞ്ഞത് 70 to 80 സെന്റിമീറ്റർ തിക്കാണ്, അല്ലെങ്കിൽ ആ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ അത്രയാണ്. ആൻഡ് ബ്രിക്ക് എന്ന് പറയുന്ന 4 അല്ലെങ്കിൽ 5 കോഴ്സസ് ആണ് നമ്മൾ ഒരു ലെയറിൽ വെക്കുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ക്ലാമ്പിന്റെ ടോട്ടൽ ഹൈറ്റ് ഓഫ് ക്ലാമ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 3 to 4 മീറ്റർ ആണ്. ഇനി എപ്പോഴാണോ ഇതിൽ ഫില്ല് ചെയ്ത് 1/3 ഹൈറ്റ് റീച്ച് ആവുന്നത്, അപ്പം മുതൽ എന്ത് ചെയ്യും, ലോവർ പോർഷനിൽ നിന്ന്, ക്ലാമ്പിന്റെ ലോവർ പോർഷനിൽ നിന്ന് കത്തിച്ചു തുടങ്ങും. ഓക്കെ, ഇനി എത്ര നേരം കത്തിക്കണം, അലോഡ് ഫോർ എ ബേൺ ഫോർ എ പീരീഡ് ഓഫ് 1 to 2 months, 1 മുതൽ 2 മാസം വരെ എന്ത് ചെയ്യാം, ഇതിനെ ബേൺ ചെയ്യിക്കും നമ്മൾ.
ഓക്കെ, ക്ലാംസ്. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് ക്ലാം ബേണിംഗ് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്താണ്? ഇവിടെ എന്ന് വെച്ചാൽ ബേണിങ്ങും കൂളിങ്ങും ഗ്രാജുവൽ ആയിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതുവഴി കിട്ടുന്ന ബ്രിക്ക് എന്ന് പറയുന്നത് ടഫും സ്ട്രോങ്ങും ആയിരിക്കും. പിന്നെ അത് ചീപ്പും എക്കണോമിക്കലും ആണ്. ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ചീപ്പും എക്കണോമിക്കലും ആണ്. ഇതിന് പിന്നെ വേറെ സ്കിൽഡ് ആയിട്ടുള്ള ലാബറോ സൂപ്പർവിഷനോ ഒന്നും ആവശ്യമില്ല. പിന്നെ നമുക്ക് ഫ്യൂൽസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, കൺസ്യൂമബിളി സേവ് ചെയ്യാം. ഇനി ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് റെഗുലർ ഷേപ്പിലുള്ള ബ്രിക്സ് ഒന്നും ഇതുവഴി കിട്ടത്തില്ല. ഇത് പിന്നെ ഞാൻ പറഞ്ഞു ബേണിങ്ങും കൂളിംഗ് എന്ന് പറഞ്ഞാൽ ഗ്രാജുവൽ ആണെന്ന് തോന്നുന്നു. സോ ഇതെന്ന് പറഞ്ഞാൽ വളരെ സ്ലോ പ്രോസസ്, ഇറ്റ് ഈസ് വെരി സ്ലോ പ്രോസസ്. ഇനി ഇതിലെന്ന് പറഞ്ഞാൽ നമുക്ക് ഫയറിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇനി ഇതെന്ന് പറഞ്ഞാൽ നോൺ യൂണിഫോം ക്വാളിറ്റി ആണ്. ഓക്കെ, ഇതിന്റെ ക്വാളിറ്റി എങ്ങനെയായിരിക്കും? നോൺ യൂണിഫോം, അതായത് ചിലപ്പോൾ താഴത്തെയൊക്കെ കൂടുതൽ നന്നായിട്ട് ബേൺ ചെയ്ത് നല്ല ക്വാളിറ്റി ആയിരിക്കും, മുകളിലോട്ട് വരുന്നതോറും ക്വാളിറ്റി കുറവാണ്. സോ നോൺ യൂണിഫോം ക്വാളിറ്റി ആണ്. ഇനിയാണ് നമ്മൾ നോക്കുന്നത് ക്ലിന്നാണ്. ക്ലിൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ക്ലിൻ എന്ന് പറഞ്ഞാൽ ഒരു ലാർജ് ഓവനൊക്കെ നമ്മുടെ വീട്ടിലുള്ള അല്ലെ, അതിന്റെ ഒരു വലിയൊരു സൈസ് ആണെന്ന് പറയുന്നത് നമ്മുടെ ക്ലിൻ എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യും, ബ്രിക്ക് ബേൺ ചെയ്യാനാണ് ക്ലിൻ യൂസ് ചെയ്യുന്നത്. ക്ലിൻ എന്ന് പറഞ്ഞാൽ ഇന്റർമീഡിയറ്റ് ക്ലിന്നും ഉണ്ട്, കണ്ടിന്യൂസ് ക്ലിൻസും ഉണ്ട്. ഇന്റർമീഡിയറ്റ് ക്ലീൻ എന്ന് പറഞ്ഞാൽ അതിലെന്താണ് ഇന്റർമീഡിയറ്റ് ഇൻ ഓപ്പറേഷൻ, അതായത് നമ്മൾ എന്താണ് ആദ്യം ലോഡ് ചെയ്യും, പിന്നെ അതിന് ഫയർ ചെയ്യും, എന്നിട്ട് അതിന് കൂൾ ചെയ്യും, അൺലോഡ് ചെയ്യും, എന്നിട്ടാണ് പിന്നെ വീണ്ടും എന്ത് ചെയ്യുന്നത്, ലോഡ് ചെയ്യുന്നത്. സോ ഇന്റർമീഡിയന്റ് ആയിട്ട്, കണ്ടിന്യൂസ് അല്ല, ഇന്റർമീഡിയന്റ് ഓപ്പറേഷൻ ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ റെക്ടാങ്കുലർ അല്ലെങ്കിൽ സർക്കുലർ ഇൻ പ്ലാൻ ആയിരിക്കും. ഇനി ഇതെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഓവർഗ്രൗണ്ട് ആവാം അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് ആവാം. ഇന്റർമീഡിയന്റ് ക്ലിൻസ് എന്ന് പറയുന്നത്, ഇന്റർമീഡിയറ്റ് ക്ലിൻസിൽ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഇന്റർമീഡിയന്റ് അപ് ഡ്രോട്ട് ക്ലിന്നും ഉണ്ട്, ഇന്റർമീഡിയന്റ് ഡൗൺ ഡ്രോട്ട് ക്ലിന്നും ഉണ്ട്. ഇന്റർമീഡിയറ്റ് അപ് ഡ്രോട്ട് ക്ലിൻ എന്ന് പറഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ റെക്ടാങ്കുലർ സ്ട്രക്ചേഴ്സ് ആണ് വിത്ത് തിക്ക് ഔട്ട്സൈഡ് വാൾസ്. അതിന് എന്താണ് ഔട്ട്സൈഡ് വാൾസ് എന്ന് പറഞ്ഞാൽ തിക്ക് ആയിരിക്കും. ഓക്കെ, ഇനി റോ ബ്രിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ലെയ്ഡ് ഇൻ റോസ് ഓഫ് തിക്നെസ്. ആ റോ ബ്രിക്ക് നമ്മൾ എത്ര തിക്നെസ്സിലാണ് കൊടുക്കുന്നത്? 2 മുതൽ 3 ബ്രിക്കിന്റെ തിക്നെസ്സിലും ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 6 to 8 ബ്രിക്സും ആണ്. ഇനി സ്പേസ് ഓഫ് അബൌട്ട് 2 ബ്രിക്സ് ഈസ് ലെഫ്റ്റ് അബൌട്ട് അഡ്ജസന്റ് റോഡ്സ്. അഡ്ജസന്റ് റോഡ്സിന് ഇടയ്ക്ക് ഒരു 2 ബ്രിക്സിന്റെ സ്പേസ് വിട്ടേക്കും. എന്തിനാണ്? ഫ്രീ എയർ സർക്കുലേഷന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും വേണ്ട, ജസ്റ്റ് ഈ വാല്യൂസ് ഒക്കെ ഒന്ന് കാണാൻ പഠിച്ചു വെച്ചിരുന്നാൽ മതി. നമുക്ക് അധികം ഇതിലൊന്നും ചോദിക്കത്തില്ല ഈ ഒരു ഭാഗത്ത് നിന്ന്. ഓക്കെ, സോ ആൻ ആർച്ച് ലൈക്ക് ഓപ്പണിംഗ് ഈസ് ഫോംഡ് ബൈ പ്രൊജക്ടിങ് 4 to 5 റോസ് ഓഫ് ബ്രിക്സ്. അപ്പൊ ഈ ഇന്റർമീഡിയറ്റ് അപ് ഡ്രോട്ട് ക്ലിനിൽ ഒരു ആർച്ച് ലൈക്ക് ഓപ്പണിംഗ് ഉണ്ട്. അതില് എങ്ങനെയാണ് നമ്മുടെ 4 to 5 റോസ് ഓഫ് ബ്രിക്സിനെ പ്രൊജക്ട് ചെയ്യുന്ന വഴിയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ആ ഓപ്പണിംഗ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഈ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 30 to 40 mm ആണ് നമ്മൾ അവിടെ കൊടുക്കുന്ന പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിൽ സ്ട്രോങ് ഫയർ എത്ര ദിവസത്തേക്ക് കൊടുക്കണം? 48 മുതൽ 60 hours വരെ എന്ത് ചെയ്യണം, ഇതിൽ സ്ട്രോങ് ഫയർ മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി ബ്രിക്സ് മാനുഫാക്ചർഡ് ബൈ ദിസ് മെത്തേഡ് ആർ ബെറ്റർ ദാൻ ദോസ് പ്രിപ്പയർഡ് ബൈ ക്ലാംസ് വഴി പ്രിപ്പയർ ചെയ്യുന്ന ബ്രിക്കിനെക്കാളും ഇത് ഈ ഇന്റർമീഡിയറ്റ് അപ് ഡ്രോട്ട് ക്ലിൻസിൽ പ്രിപ്പയർ ചെയ്യുന്ന ബ്രിക്ക് എന്ന് പറഞ്ഞാൽ കുറെ കൂടി ബെറ്റർ ആണ്. ഇനി ക്വാളിറ്റി ഓഫ് ബേൺഡ് ബ്രിക്ക്, എങ്കിലും ഇതിന് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. എന്താണ്? ഒന്നെന്ന് പറയുന്നത് ക്വാളിറ്റി ഓഫ് ബേൺഡ് ബ്രിക്ക് എന്ന് പറഞ്ഞാൽ യൂണിഫോം ആയിരിക്കത്തില്ല നമ്മുടെ ക്ലാമ്പിൽ പറഞ്ഞ കേസിൽ. ഓക്കെ, കാരണം എന്താണ്, ബോട്ടത്തിലുള്ള ബ്രിക്ക് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഓവർ ബേൺഡ് ആവും, ടോപ്പിൽ വരുമ്പോഴത്തേക്ക് അണ്ടർ ബേൺഡ് ബ്രിക്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇന്റർമീഡിയറ്റ് സപ്ലൈ ആണ് അല്ലേ, സോ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ബ്രിക്ക് നമുക്ക് പോസിബിൾ അല്ല. പിന്നെ ഇവിടെ ഒരുപാട് ഫ്യൂവൽ വേസ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്ത് തന്നെ ഇന്റർമീഡിയറ്റ് ഡൗൺ ഡ്രോട്ട് ക്ലിൻസ് ആണ്. ഇതെന്ന് പറയുന്നത് റെക്ടാങ്കുലർ അല്ലെങ്കിൽ സർക്കുലർ ഇൻ ഷേപ്പ് ആണ്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈവൻലി ബേൺ ചെയ്യാം. ബ്രിക്സ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ചെയ്യാം, ഈവൻലി ബേൺ ചെയ്യാം. ഈ ക്ലിനിന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് അപ് ഡ്രോട്ട് ക്ലിനിനേക്കാളും എന്താണ് പെർഫോമൻസ് എന്ന് പറയുന്നത് ബെറ്റർ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഹീറ്റ് ഒക്കെ നമുക്ക് ക്ലോസ് ആയിട്ട് കൺട്രോൾ ചെയ്യാം. നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ കൂടുതൽ യൂസ്ഫുൾ എന്ന് പറയുന്നത് ക്ലേ ടൈൽസ്, ടെറാക്കോട്ട ഇതേപോലുള്ള സ്ട്രക്ചറൽ ക്ലേ ടൈൽസ്, ടെറാക്കോട്ടയൊക്കെ ബേൺ ചെയ്യിക്കാനാണ് ഇത് കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. ഏതാണ്? ഇന്റർമീഡിയറ്റ് ഡൗൺ ഡ്രോട്ട് ക്ലിൻസ്. അടുത്ത് നമ്മൾ ഇപ്പൊ പഠിച്ചതാണ് ഇന്റർമീഡിയറ്റ് ക്ലിൻസ് ആയിരുന്നു പഠിച്ചത്. അപ്പൊ ക്ലിനിൽ രണ്ട് ടൈപ്പ് ഉണ്ട്, ഇന്റർമീഡിയറ്റ് ക്ലിൻ ഉണ്ട്, കണ്ടിന്യൂസ് ക്ലിൻ ഉണ്ട്. ഇന്റർമീഡിയറ്റ് പഠിച്ചു. അടുത്ത് നമ്മൾ കണ്ടിന്യൂസ് ക്ലിൻ. കണ്ടിന്യൂസ് ക്ലിൻ എന്ന് പറഞ്ഞാൽ ദീസ് ക്ലിൻസ് ആർ കണ്ടിന്യൂസ് ഇൻ ഓപ്പറേഷൻ. അതായത് ലോഡിങ്ങും ഫയറിങ്ങും കൂളിങ്ങും അൺലോഡിങ് ഇതെല്ലാം എന്തെങ്കിലും സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കാം. ഇനി ഈ കണ്ടിന്യൂസ് ക്ലിൻസ് തന്നെ വീണ്ടും 3 ടൈപ്പ് ഉണ്ട്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. ബുൾസ് ട്രെഞ്ച് ക്ലിൻ, ഹോഫ്മാൻസ് ക്ലിൻ, ടണൽ ക്ലിൻ. അതിൽ ബുൾസ് ട്രെഞ്ച് ക്ലിൻ എന്ന് പറഞ്ഞാൽ റെക്ടാങ്കുലർ, സർക്കുലർ അല്ലെങ്കിൽ ഓവൽ ഷേപ്പ് ആണ്. പ്ലാൻ നോക്കി കഴിഞ്ഞാൽ റെക്ടാങ്കുലർ, സർക്കുലർ, ഓവൽ ഇൻ ഷേപ്പ്. ഇറ്റ് ഈസ് കൺസ്ട്രക്റ്റഡ് ഇൻ എ ട്രെഞ്ച് എക്സ്കവേറ്റഡ് ഗ്രൗണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു പോയിന്റ് ആണ് ചോദിച്ചിട്ടുള്ളത് ബുൾസ് ട്രെഞ്ച് ക്ലിനിന്റെ കേസിൽ. ഓക്കെ, ഈ ഒരു പോയിന്റ് ചോദിച്ചിട്ടുള്ളതാണ്. അതായത് ഇതെന്ന് പറയുന്നത് ഓവർ ദ ഗ്രൗണ്ട് ആണോ, എക്സ്കവേറ്റഡ് ട്രെഞ്ചിലാണോ കൺസ്ട്രക്ട് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ. ഓക്കെ, അത് ഗ്രൗണ്ടിന് താഴെയാണോ കൺസ്ട്രക്ട് ചെയ്യുന്നത്, അങ്ങനെയാണ് ചോദിച്ചിരുന്നത്. സോ ഇറ്റ് ഈസ് കൺസ്ട്രക്റ്റഡ് ഇൻ എ ട്രെഞ്ച് എക്സ്കവേറ്റഡ് ഗ്രൗണ്ട്.
ഗ്രൗണ്ട് ഗ്രൗണ്ടിൽ നിന്ന് ഒരു ട്രെഞ്ച് എക്സ്കവേറ്റ് ചെയ്തിട്ട് അതിലാണ് നമ്മൾ എന്താ ബുൾസ് ട്രെഞ്ച് ക്ലീൻ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇനി 2 പേയേഴ്സ് ജെമിനി ഉണ്ട്, പിന്നെ 2 ഗാങ് വർക്കേഴ്സും നമുക്ക് ഇതിന്റെ ഓപ്പറേഷൻ വേണ്ടിയിട്ട് ആവശ്യമാണ്. ഇനി ഇതിന് കുറച്ച് സെക്ഷൻസ് ഉണ്ട്. സെക്ഷൻ 1 നമ്മൾ ലോഡ് ചെയ്യുന്നത്, സെക്ഷൻ 2 എം ടി, സെക്ഷൻ 3 അൺലോഡിങ്, സെക്ഷൻ 4 കൂളിംഗ്, സെക്ഷൻ 5 ബേണിംഗ്, സെക്ഷൻ 6 എന്ന് പറഞ്ഞാൽ ഹീറ്റിംഗ്. അപ്പൊ ഇത്രയാണ് 6 സെക്ഷൻസ് ബുൾസ് ട്രെഞ്ച് ക്ലീൻ. അപ്പൊ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ഈ സെക്കൻഡ് പോയിന്റ് ആണ് കേട്ടോ. അടുത്ത ഹോഫ്മാൻസ് ക്ലീൻസ് എന്ന് പറഞ്ഞാൽ ഈ ക്ലീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണ് ഓവർ ഗ്രൗണ്ട് ആണ് കൺസ്ട്രക്ട്. അപ്പൊ ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. മറ്റേതെന്ന് പറഞ്ഞത് നമ്മളെ ഗ്രൗണ്ടിൽ എക്സ്കവേറ്റ് ചെയ്ത് ട്രെഞ്ച് എക്സ്കവേറ്റ് ചെയ്ത് അതിലായിരുന്നു കൺസ്ട്രക്ട് ചെയ്തത്. ഹോഫ്മാൻസ് ക്ലീൻ എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ട് ചെയ്യുന്നത് എവിടെയാണ് ഓവർ ഗ്രൗണ്ട് ആണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹോഫ്മാൻസ് ക്ലിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഫ്ലെയിം കിൻ എന്ന് പറയും. ഇതെന്ന് പറഞ്ഞാൽ പ്ലാൻ നോക്കുകയാണെങ്കിൽ സർക്കുലർ ഷേപ്പ് ആണ്. ആൻഡ് ഇതെന്ന് പറഞ്ഞാൽ കുറെ ചേമ്പേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ചേമ്പർ 1 എന്നുള്ള ലോഡിംഗ്, ചേമ്പർ 2 അതായത് ഒരു ടിപ്പിക്കൽ ഒരു ഹോഫ്മാൻസ് ക്ലിനിൽ 12 ചേമ്പേഴ്സ് ആണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് ചേമ്പർ എന്നുള്ള ലോഡിംഗ്, പിന്നെ ചേമ്പർ 2 to 5 എന്ന് പറഞ്ഞാൽ ഡ്രൈയിങ്ങും പ്രീ ഹീറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. ചേമ്പർ 6 and 7 ബേണിംഗ്, ചേമ്പർ 8 to 11 കൂളിംഗ്, ചേമ്പർ 12 എന്ന് പറഞ്ഞാൽ അൺലോഡിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇനിഷ്യൽ കോസ്റ്റ് ഓഫ് ഇൻസ്റ്റാളേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഹോഫ്മാൻസ് ക്ലിനിന്റെ കേസിൽ ഹൈ ആണ്. ഇനി നമുക്ക് ഈ ഇതുവഴി കിട്ടുന്ന ബ്രിക്ക് എന്ന് പറഞ്ഞാൽ ബേൺഡ് ഈക്വലി ആൻഡ് ഈവൻലി, ഇതെന്ന് പറയുന്നത് ഈക്വലി ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബേൺഡ് ഈക്വലി ആൻഡ് ഈവൻലി. അപ്പൊ നമുക്ക് ഗുഡ് ക്വാളിറ്റി ഉള്ള ബ്രിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ നമുക്ക് ഹീറ്റ് റെഗുലേറ്റ് ചെയ്യാം. അതുപോലെ നമുക്ക് കണ്ടിന്യൂസ് ക്ലീൻ അല്ലേ, സോ നമുക്ക് ബ്രിക്ക് ഒക്കെ എന്ത് ചെയ്യാം, കണ്ടിന്യൂസ് ആയിട്ട് സപ്ലൈ ചെയ്യാം. പിന്നെ ഫ്യൂവലൊക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇനി ഇതിന്റെ കപ്പാസിറ്റി എങ്ങനെ തീരുമാനിക്കുന്നത് വെച്ചാൽ അതിന്റെ ലെങ്ത് വിഡ്ത്ത് ഹൈറ്റ് വെച്ചിട്ടാണ്. ഇതിന്റെ ചേമ്പറിന്റെ ലെങ്ത് 11 മീറ്റർ, ആവറേജ് വിഡ്ത്ത് 4.5 മീറ്റർ, ഹൈറ്റ് 2.5 മീറ്റർ ആണെങ്കിൽ ഒരു 25,000 ബ്രിക്സ് വരെ നമുക്ക് അതിൽ എന്ത് ചെയ്യാം, ബേൺ ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. അടുത്ത് വരുന്ന ടണൽ കിൻ ആണ്. ദിസ് ടൈപ്പ് ഓഫ് കിൻ ഈസ് ഇൻ ദ ഫോം ഓഫ് ടണൽ വിച്ച് മേ ബി സ്ട്രെയിറ്റ്, സർക്കുലർ ഓർ ഓവൽ ഇൻ പ്ലാൻ. ഓക്കെ, ഇതിൽ നിന്ന് പറയുന്ന ഒരു സ്റ്റേഷനറി സോൺ ഓഫ് ഫയർ ഉണ്ട്. ഈ സോൺ ഓഫ് ഫയറിലാണ് എന്ത് ചെയ്യുന്നത്, ബ്രിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് റിക്വയർഡ് ഡിഗ്രിയിൽ നമ്മൾ ബേൺ ചെയ്യിക്കുന്നത്. ഓക്കെ, ഇനി ഈ ക്ലീൻ എക്കണോമിക്കൽ ആവണം എന്നുണ്ടെങ്കിൽ ലാർജ് സ്കെയിലിൽ നമ്മൾ ബ്രിക്ക് മാനുഫാക്ചർ ചെയ്യണം. ആ ഒരു കേസിൽ മാത്രമാണ് ഈ ടണൽ ക്ലീൻ എന്ന് പറയുന്നത് എക്കണോമിക്കൽ ആവുന്നത്. ഓക്കെ, യൂണിഫോം ബ്രിക്സ് ഓഫ് ബെറ്റർ ക്വാളിറ്റി ആർ പ്രൊഡ്യൂസ്ഡ്. അപ്പൊ ഇതിലെന്ന് പറയുന്നത് എന്താണ്, യൂണിഫോം ബ്രിക്സ്, ഗുഡ് ക്വാളിറ്റി ഉള്ള യൂണിഫോം ബ്രിക്സ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി ബുൾസ് ട്രെഞ്ച് ക്ലീനും ഹോഫ്മാൻസ് ക്ലീനും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ കുറച്ച് ഇവിടെ പോയിന്റ്സിൽ ആഡ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ജസ്റ്റ് ഇത് നിങ്ങളൊന്ന് വായിച്ച് പഠിച്ചാൽ മതി. ഓക്കെ, ഞാൻ അത് കൂടുതൽ വീണ്ടും പറയുന്നില്ല. ഇനി ഇതെന്ന് പറഞ്ഞാൽ ക്ലാം ബേണിങ്ങും ക്ലിൻ ബേണിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതായത് ക്ലാം ബേണിങ്ങിനാണെങ്കിൽ നമുക്ക് 20,000 മുതൽ 1 lakh വരെ ബ്രിക്ക് വരെ നമുക്ക് എന്ത് ചെയ്യാം, ഒരേ സമയം പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. ക്ലിൻ ബേണിംഗ് ആണ് ആവറേജ് 25,000 ബ്രിക്ക് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി കോസ്റ്റ് ഓഫ് ഫ്യൂൽ എന്ന് പറഞ്ഞാൽ ക്ലാം ബേണിങ്ങിലാണെങ്കിൽ ലോ ആണ്. കാരണം അവിടെ നമ്മൾ കൗഡങ്, ലിറ്റർ, ഗ്രാസ് ഇതൊക്കെയാണ് നമ്മൾ അവിടെ എന്താണ് ഫ്യൂലായിട്ട് യൂസ് ചെയ്യുന്നത്. ക്ലിൻ ബേണിങ്ങിലാണെങ്കിലോ ഹൈ ആണ്. കാരണം കോൾ ഡസ്റ്റ് ആണ് നമ്മളവിടെ ബേൺ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇനിഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത് ക്ലാം ബേണിങ്ങിന് വളരെ കുറവാണ്, എന്നാൽ ക്ലിൻ ബേണിങ്ങിന് കൂടുതലാണ്. കാരണം ക്ലിൻ ബേണിംഗ് എന്ന് പറയുന്നതാണ് ഒരു പെർമനന്റ് സ്ട്രക്ചർ ആണ്. ഇനി ക്വാളിറ്റി ഓഫ് ബ്രിക്ക് എന്ന് പറയുന്നത് പെർസെന്റേജ് ഓഫ് ഗുഡ് ക്വാളിറ്റി ബ്രിക്ക് എന്ന് പറഞ്ഞാൽ ഈ സ്മോൾ അബൌട്ട് 60% വരെയൊക്കെ എന്ത് ചെയ്യുള്ളൂ, ഗുഡ് ക്വാളിറ്റി ബ്രിക്ക് നമുക്ക് കിട്ടത്തുള്ളൂ. എന്നാൽ 90% കൂടുതൽ നമുക്ക് എന്ത് ചെയ്യും, ഗുഡ് ക്വാളിറ്റി ബ്രിക്ക് ക്ലിൻ ബേണിങ്ങിലേക്ക് കിട്ടും. ഇനി നമുക്ക് ക്ലാം ബേണിങ്ങിലാണെങ്കിൽ നമുക്ക് ഫയർ റെഗുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ക്ലീൻ ബേണിങ്ങിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫയർ റെഗുലേറ്റ് ചെയ്യാം. ഇനി സ്കിൽഡ് സൂപ്പർവിഷൻ നമുക്ക് ഏതിൽ ആവശ്യമില്ല, ക്ലാം ബേണിങ്ങിൽ ആവശ്യമില്ല. എന്നാൽ ക്ലീൻ ബേണിങ്ങിൽ നമുക്ക് സൂപ്പർവിഷൻ ആവശ്യമുണ്ട്. ക്ലാമ്പ് എന്ന് പറയുന്നത് ടെമ്പററി സ്ട്രക്ചർ ആണ്, ക്ലീൻ എന്ന് പറയുന്നത് പെർമനന്റ് സ്ട്രക്ചർ ആണ്. ഇത് നമുക്ക് എവിടെയാണ് സ്യൂട്ടബിൾ എന്ന് പറയുന്നത്, ക്ലാം ബേണിംഗ് എന്ന് പറയുന്നത് സ്യൂട്ടബിൾ ഫോർ സ്മോൾ സ്കെയിലിൽ മാനുഫാക്ചറിങ്ങിനും പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഡിമാൻഡ് ഇല്ലാത്ത കേസസിലുമാണ് നമ്മൾ ക്ലാം ബേണിംഗ് സ്യൂട്ടബിൾ. ഇനി ലാർജ് സ്കെയിലിൽ മാനുഫാക്ചർ ചെയ്യണം, കണ്ടിന്യൂസ് ഡിമാൻഡ് ഉണ്ടെങ്കിൽ ക്ലീൻ ബേണിംഗ് ആണ് സ്യൂട്ടബിൾ. ഇനി ടൈം ഓഫ് ബേണിംഗ് എന്ന് പറയുന്നത് ക്ലാം ബേണിങ്ങിന് 2 to 6 months വരെ എടുക്കും. എന്നാൽ ക്ലീൻ ബേണിങ്ങിൽ 24 hours ആൻഡ് ഓൺലി അബൌട്ട് അതായത് ആക്ച്വൽ ടൈം ഫോർ ബേണിംഗ് ഓഫ് 1 chamber എന്ന് പറഞ്ഞാൽ 24 hours ആണ്. 12 days റിക്വയർഡ് ഫോർ കൂളിംഗ് ഓഫ് ബ്രിക്ക്. ഇനി വേസ്റ്റേജ് ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത് കൺസിഡറബിൾ വേസ്റ്റേജ് ഓഫ് ഹീറ്റ് ഫ്രം ടോപ്പ് ആൻഡ് സൈഡ്സ് ഹോട്ട് ഫ്ലൂ ഗ്യാസ് ഇസ് നോട്ട് പ്രോപ്പർലി യൂട്ടിലൈസ്ഡ്. അതിലാണ് ക്ലാം ബേണിങ്ങിൽ വേസ്റ്റേജ് ഓഫ് ഹീറ്റ് ഉണ്ട്. എന്നാൽ മറ്റേ ക്ലീൻ ബേണിങ്ങിലാണെങ്കിൽ ഹോട്ട് ഫ്ലൂ ഗ്യാസസ് ഒക്കെ നമ്മൾ ഡ്രൈ ചെയ്യാനും പ്രീ ഹീറ്റിന്റെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ വേസ്റ്റേജ് എന്ന് പറയുന്നത് ലീസ്റ്റ് ആണ്.
അത് നമ്മൾ നോക്കുന്ന ക്വാളിറ്റീസ് ഓഫ് ഗുഡ് ബ്രിക്സ് ആണ്. ബ്രിക്ക് നമ്മൾ ഉണ്ടാക്കുന്ന ഗുഡ് ക്വാളിറ്റി ആയിരിക്കണം. അതെന്ന് പറയുന്നത് എന്തായിരിക്കണം? ടേബിൾ മൗൾഡഡ് ആയിരുന്നു. ടേബിൾ മൗൾഡഡ് ഒക്കെ എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. സോ ടേബിൾ മൗൾഡ് ആയിരിക്കണം, വെൽ ബേൺഡ് ക്ലിൻസിൽ ബേൺ ചെയ്തിരിക്കണം, പിന്നെ കോപ്പർ കളർ ആയിരിക്കണം അതിന്. അതിൽ പിന്നെ ക്രാക്കോ അല്ലെങ്കിൽ ഒന്നും പാടില്ല. പിന്നെ ഷാർപ്പ് സ്ക്വയർ എഡ്ജസ് ആയിരിക്കണം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് യൂണിഫോം ആയിരിക്കണം. പിന്നെ സ്റ്റാൻഡേർഡ് സൈസ് ആയിരിക്കണം. പിന്നെ നമ്മൾ അതിനെ രണ്ടിനെയും പരസ്പരം മുട്ടിച്ചു കഴിഞ്ഞാൽ, സ്ട്രക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്ലിയർ റിംഗിങ് സൗണ്ട് വരണം. ഇനി നമ്മൾ അതിനെ പൊട്ടിക്കുവാണെങ്കിൽ അതിന് ഹോമോജീനസും കോമ്പാക്ട് സ്ട്രക്ചറും ആയിരിക്കണം. ഇനി നമ്മൾ ബ്രിക്കിന്റെ വാട്ടർ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ 20% ബൈ വെയിറ്റ് ഫോർ ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക്. ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിനാണെങ്കിൽ 20%, 22% ഫോർ സെക്കൻഡ് ക്ലാസ് ബ്രിക്ക്. ഇത് നമ്മൾ ക്ലാസിഫിക്കേഷനിൽ ഇത് പഠിച്ചതാണ്. ആ വാല്യൂസ് പഠിച്ചാൽ മതി. ഇനി സഫീഷ്യൻലി ഹാർഡ് ആയിരിക്കണം. അതായത് നമ്മൾ അതിന് നമ്മൾ നെയിൽ കൊണ്ട് അതിൽ സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രാച്ച് ഒന്നും വരാൻ പാടില്ല. പിന്നെ അതിന് നമ്മൾ ഒരു 1 മീറ്റർ ഹൈറ്റിൽ നിന്ന് ഒരു ഹാർഡ് ഗ്രൗണ്ടിലേക്ക് ഫ്ലാറ്റ് ആയിട്ട് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് പൊട്ടാൻ പാടില്ല. പിന്നെ ഷുഡ് ഹാവ് എ ലോ തെർമൽ കണ്ടക്ടിവിറ്റി ആൻഡ് ദേ ഷുഡ് ബി സൗണ്ട് പ്രൂഫ്. ലോ തെർമൽ കണ്ടക്ടിവിറ്റിയും സൗണ്ട് പ്രൂഫ് ആയിരിക്കണം. ഇത് ഇത്രയാണെന്ന് ഒരു ഗുഡ് ബ്രിക്കിന്റെ ക്വാളിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.